ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുരുമുളക് ഇട്ടിട്ടുള്ള മത്തിക്കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിനാദ്യം തന്നെ മത്തി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് കറി വയ്ക്കാം, കുറച്ച് കുരുമുളക് തന്നെ ഇട്ട് വറുത്തെടുക്കാം. അങ്ങനെയുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കണേ. അപ്പോൾ നല്ല മത്തിയാണ് കേട്ടോ, നല്ല ഫ്രഷായിട്ടുള്ള മത്തിയാണ്, വൈകിട്ടാണ് കിട്ടിയേക്കണത്. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ രാത്രി ആയതുകൊണ്ട് തിക്കും തിരക്കൊക്കെ ആയിട്ടാണ് കേട്ടോ കറി വയ്ക്കാനൊക്കെ നോക്കണേ. എന്നാലും കുരുമുളകിട്ട് കറി വയ്ക്കണം എന്നൊരു ആഗ്രഹം, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം കഴുകി വൃത്തിയാക്കിയ മത്തി എടുത്ത് മല്ലിപ്പൊടി ഇട്ട് നമ്മൾ പിന്നെ അതിലോട്ട് വറക്കാനുള്ള ഇതിലേക്ക് കുറച്ച് കുരുമുളക് ആദ്യം നമ്മൾ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരച്ചിട്ടാണ് വെക്കണേ. ചിലർ കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കും. നമ്മൾക്കിവിടെ തേങ്ങ അരയ്ക്കണതാണ് ഇഷ്ടം. അപ്പോൾ മീൻകറിയിൽ എന്തായാലും തേങ്ങ അരയ്ക്കണം. പിന്നെ അതിനകത്തിട്ട് കുറച്ച് ഉപ്പിട്ടു. അതിന് ശേഷം വറക്കാനുള്ളതിലേക്കും കുറച്ച് ഉപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ സാധാ കറി വയ്ക്കണ പോലെ തന്നെയുള്ള ചേരുവകളൊക്കെ തന്നെ, എന്നാലും ജസ്റ്റ് പറയണമെന്ന് മാത്രം. അത് കഴിഞ്ഞ് രണ്ടിലും കൂടെ ഒരുമിച്ചിടണേന്ന് ഞാൻ പറഞ്ഞല്ലോ. മുളക് പൊടി വറക്കാനുള്ളതിലും കുറച്ചിട്ട്, കാരണം കുരുമുളക് അധികം മൂത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എരിവ് കുറച്ച് കുറവാണ്. ഇവിടെ ആണെങ്കിൽ നല്ല എരിവ് വേണം എല്ലാവർക്കും. അപ്പോൾ അതിനകത്ത് 2 പച്ചമുളക്, ഇഞ്ചി ഒക്കെ അരിഞ്ഞിട്ടേക്കാണ്, നമ്മൾ ചതച്ച് പേസ്റ്റൊന്നുമല്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ അരിഞ്ഞിട്ടേക്കാണ്. അതിന് ശേഷം തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചു. പിന്നെ നമ്മുടെ കുരുമുളക് അരച്ചത് നമ്മൾ അതിലേക്ക് ഇട്ടു. അതിന് ശേഷം നമ്മൾ കോൽപ്പുളിയാണ് കേട്ടോ പിഴിയണേ. കാരണം കുടപ്പുളി ഇട്ടിട്ടാണ് ഇവിടെ വെക്കാറ് സാധാരണ മീൻ കറി. പക്ഷേ ഇതിനകത്ത് കുടപ്പുളി ഇട്ട് കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ഫ്ലേവറൊന്നും കിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മൾ കോൽപ്പുളി, ശരിക്കും പച്ചക്കോൽപ്പുളി ഇട്ട് അതിൻ്റെ ഇത് എടുക്കുകയാണെങ്കിൽ, ചാറെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ രുചി കൂടും കേട്ടോ. ശരിക്കും കുരുമുളകും പച്ചപ്പുളിയാണ് ഇതിന് നല്ല കോമ്പിനേഷൻ. മത്തിയിലാണ് കൂടുതൽ ടേസ്റ്റും കിട്ടുക. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനകത്തിട്ട് പുളി പിഴിഞ്ഞ് ആ വെള്ളം കൂടെ ഒഴിച്ച് ഇനി അടപ്പത്തിട്ട് വയ്ക്കാം. സ്റ്റവ് കത്തിച്ച് അടപ്പത്ത് വെച്ചപ്പോൾ മീൻ വറക്കാനുള്ളതും ഇവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. കറി നല്ല മുളകും കൊത്തൊക്കെ മാറി ഒരു പരിവായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഉള്ളി താളിക്കാം. ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കി വയ്ക്കാനും കുഴപ്പമില്ല കേട്ടോ, കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ ഉള്ളി താളിക്കുന്നുണ്ട് കറിയിൽ. അപ്പോൾ കുറച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മൂപ്പിച്ച് നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ സാധാരണ എല്ലാവരും വെക്കുന്ന പോലെയൊക്കെ തന്നെയാണ്, എന്നാലും ഇങ്ങനെ ഒന്ന് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.